ഇന്ന് നമ്മൾ 5th സ്റ്റാൻഡേർഡിലെ പേജ് നമ്പർ 35 കണക്കാണ് ചെയ്യുന്നത്. ചുവടെയുള്ള ഗുണനഫലങ്ങൾ കണക്കാക്കുക. 12 ഗുണിക്കണം 34, 23 ഗുണിക്കണം 45 ചെയ്തു വെക്കാം. 12 ഗുണിക്കണം 34. ആദ്യം 4 ഇൻറ്റു 2, 8, 4 ഇൻറ്റു 1, 4, 3 ഇൻറ്റു 2, 6, 3 ഇൻറ്റു 1, 3, 8, 4, 6, 10ക്ക് 0, 1 ബാക്കി 4. ഇനി 23 ഇൻറ്റു 45. 5 കൊണ്ട് ഇതിനെ 2നെ ഗുണിക്കാം. ആദ്യം 3 5 15ക്ക് 5, 1 ബാക്കി 2 5 10, 1 11. 4 ഇൻറ്റു 3, 12ക്ക് 2. അത് ഇവിടെ ഇടണേ. ഇതാ 12ക്ക് 2, 1 ബാക്കി 4 2 8 1 9, 5 3 10. ഇനി 75 ഇൻറ്റു 75. 5 5 25ക്ക് 5, 2 ബാക്കി 7 5 35 2, 35 2 37, 7 5 35ക്ക് 5, 3 ബാക്കി 7 7 49, 3 52. 5 7 5 12ക്ക് 2, 1 ബാക്കി 3 2 5 1 6, 5. പിന്നെ 123 ഗുണിക്കണം 45. 13 5ക്ക് 5, 1 ബാക്കി 25 10 1 11ക്ക് 1, 1 ബാക്കി 1 5 5 1 6. പിന്നെ 4 ഇൻറ്റു 3, 3 12ക്ക് 2, 1 ബാക്കി 4 2 8 1 9, 1 4 4. 5 3 5ക്ക് 5, 1 ബാക്കി 5. അടുത്തത് 320 ഗുണിക്കണം 78. 0 8 0 0, 8 2 16ക്ക് 6, 1 ബാക്കി 3 24 1 25. 7 0 0, 7 14ക്ക് 4, 1 ബാക്കി 3 7 21 22. 0 6 9 4 2. രണ്ടാമത്തെ കണക്ക് 36 ഇൻറ്റു 15 സമം 540. അപ്പം 36നെ 15 കൊണ്ട് ഗുണിച്ചാൽ 540 ഈ ചുവടെയുള്ള ഗുണനഫലങ്ങൾ മനക്കണക്കായി ചെയ്യുക. ഈ ആൻസർ വെച്ചിട്ട് ഇതിൻ്റെയൊക്കെ ഉത്തരം കണ്ടെത്തണം. അപ്പോൾ ചെയ്തു നോക്കാം നമുക്ക്. 36 ഇൻറ്റു 15 സമം 540. ഇപ്പം കണ്ടുപിടിക്കേണ്ടത് 36 ഇൻറ്റു 16. 36 ഇൻറ്റു 15 540. ഇനി കണ്ടുപിടിക്കേണ്ടത് 36 ഇൻറ്റു 16. 15 36കളാണ് 540. അപ്പോൾ 16 എന്ന് പറയുമ്പോൾ ഒരു 36 കൂടി കൂടൂലേ? ഇവിടെ 15 36കളാണ്. അപ്പോൾ 16 36 ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു 36 കൂട്ടിയാൽ പോരെ? അപ്പോൾ 540ഉം 36ഉം 540 കൂട്ടണം 36 എത്രയാണ്? 576. അത് നമുക്ക് മനക്കണക്കായി ചെയ്യാം. അടുത്ത ഏതാണ്? 37 ഇൻറ്റു 15. ഇവിടെ 36 15കളാണ്, ഇവിടെ 37 15കളാണ്. അപ്പോൾ ഈ ആൻസറിൻ്റെ കൂടെ ഒരു 15 കൂട്ടിയാൽ പോരെ? 540ഉം 15ഉം 540ഉം 15ഉം 555.
അടുത്തത് 36 ഇൻറ്റു 14. ഇവിടെ 36 ഇൻറ്റു 15 15 36കളാണ്. ഇവിടെ 14 36കളാണ്. അപ്പോൾ ഒരു 36ൽ നിന്ന് കുറച്ചാൽ മതി. 540 കുറക്കണം 36 4 504 കിട്ടും. 504. അടുത്തത് 35 ഇൻറ്റു 15. ഇവിടെ 36 15കളാണ് 540. ഇവിടെ 35 15കളാണ്. അപ്പോൾ 540ൽ നിന്ന് 15 കുറച്ചാൽ പോരെ. 540ൽ നിന്ന് 15 കുറക്കണം 525. ഇതൊക്കെ മനക്കണക്കായിട്ട് ചെയ്യണം. അടുത്തത് മൂന്നാമത്തെ കണക്ക്. ഒരു സംഖ്യയെ 16 കൊണ്ട് ഗുണിച്ചപ്പോൾ 1360 കിട്ടി. അതിൻ്റെ അടുത്ത സംഖ്യയെ 16 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും? അതിന് മുമ്പിലത്തെ സംഖ്യയെ 16 കൊണ്ട് ഗുണിച്ചാലോ? അതായത് ഒരു സംഖ്യ അത് നമുക്ക് അറിഞ്ഞൂടാ. ആ സംഖ്യേനെ 16 കൊണ്ട് ഗുണിച്ചു. എത്ര ഉത്തരം കിട്ടി? 1360. അപ്പോൾ ഈ സംഖ്യ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യണ്ടേ? ഹരിച്ചു നോക്കിയാൽ പോരെ. 1360നെ 16 കൊണ്ട് ഹരിച്ചു നോക്കിയാൽ മതി. അപ്പോൾ 13ൽ 16 പോയല്ല. അപ്പം 136. 136ൽ 16 ഏകദേശം എത്ര പോകും നോക്കാം. 16ഉം 16ഉം 32 32 32 64 64 64 128. അപ്പോൾ ഏകദേശം ഒരു 4 4 8 പ്രാവശ്യം പോവും. 6 8 48 4 ബാക്കി ഒരു 8 8 4 12. കറക്റ്റാണ്. അപ്പോൾ കുറക്കണം. 6 8 പോവല്ല. ഒന്നിങ്ങോട്ട് വായ്പ വാങ്ങി 16. 16 8 പോയാൽ 8. 80. 80ൽ 16 5. 6 ഉപ്പേക്ക് 0 3 ബാക്കി 1 5 5 3 8. അപ്പോൾ എത്രയാണ് ഇവിടെ വരിക? 85നെ 16 കൊണ്ട് ഗുണിച്ചതാണ് 1360. ഇതും ഗുണിച്ചാൽ ഇത് കിട്ടണ്ടേ? അപ്പോൾ 85നെ 16 കൊണ്ട് ഗുണിച്ചതാണ്